നമസ്കാരം, ഞാൻ നിമ്മി ഉല്ലാസ്, യോഗ ഇൻസ്ട്രക്ടർ. നിങ്ങൾ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരം വളരെ റിജിഡ് ആയിരിക്കും, ഫ്ലെക്സിബിലിറ്റി വളരെ കുറവായിരിക്കും. അതുപോലെ നമ്മുടെ ജോയിൻസ് ഒക്കെ വളരെ സ്റ്റിഫായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മസിൽസ് വളരെ വീക്കായിരിക്കും, എസ്പെഷ്യലി കോർ മസിൽസ്, തൈ മസിൽസ്, ഗ്ലൂട്ട് മസിൽസ്, അതുപോലെ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസ്. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ സ്പൈനാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്പൈനിൻ്റെ പല പ്രോബ്ലംസിലേക്കും നമ്മളെ ലീഡ് ചെയ്യും. അതുകൊണ്ട് സ്പൈൻ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സ്പൈൻ ഹെൽത്തി അല്ലെങ്കിൽ നമ്മൾക്ക് ലോവർ ബാക്ക് പെയിൻ, സ്പൈൻ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പോണ്ടിലൈസിസ് അതുപോലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ നേരിടേണ്ടി വരും. അപ്പോൾ യോഗയിൽ നമ്മുടെ സ്പൈൻ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാനും വളരെ സ്ട്രോങ്, ലോവർ ബാക്ക് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കാനും നമ്മൾ ചെയ്യേണ്ട ഒരു ആസനമാണ് ഭുജംഗാസനം. ഇന്ന് ഞാൻ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഭുജംഗാസനത്തെക്കുറിച്ചാണ്. ഭുജംഗാസനം ചെയ്യുന്നത് ഒരു സ്നേക്ക് എങ്ങനെയാണോ പത്തി വിടർത്തി നിൽക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തെ മുകളിലേക്ക്, നമ്മുടെ അപ്പർ ബോഡിയെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്കറിയാം സ്നേക്കിൻ്റെ ബാക്ക് വളരെ സ്ട്രോങ് ആണ്, അത് യാതൊരു സപ്പോർട്ടും ഇല്ലാതെയാണ് അതിൻ്റെ പത്തി വിടർത്തി നിൽക്കുന്നത്. അതുപോലെ നമ്മളുടെ ബാക്കും വളരെ സ്ട്രോങ് ആക്കി മാറ്റാൻ നമുക്ക് ഭുജംഗാസന സഹായിക്കും. ഭുജംഗാസന ചെയ്യുന്നതിനായിട്ട് ആദ്യം പ്രോൺ പൊസിഷനിലേക്ക് പോവുക, കമിഴ്ന്ന് കിടക്കാം. കാലുകൾ ചേർത്ത് വയ്ക്കുക, കാൽ വിരലുകൾ ബാക്കിലേക്ക് പോയിൻ്റ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം രണ്ട് കൈകളും ഷോൾഡറിന് താഴെ, എൽബോ ബോഡിയോട് ചേർന്നിരിക്കട്ടെ, താടി തറയിൽ ടച്ച് ചെയ്യുന്നു. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് നമ്മളുടെ അപ്പർ ബോഡി, നേവലിന് മുകൾ ഭാഗം മുകളിലേക്ക് സ്ലോലി ഉയർത്തുക. ഈ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ് ചെയ്യാം. എക്സേൽ ചെയ്തുകൊണ്ട് സ്ലോലി താടി തറയിൽ വയ്ക്കുന്നു. ഈ ഭുജംഗാസന പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരുന്ന പ്രോബ്ലംസ്, നമ്മുടെ കൈകൾ ഷോൾഡറിന് താഴെ ആയിരിക്കണം, പക്ഷേ പലരും അത് ഷോൾഡറിനെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുക. അത് ഒരു റോങ് പോസ്റ്ററാണ്. അതേപോലെ തന്നെ ഈ ഭുജംഗാസന ചെയ്യുമ്പോൾ പലരും നമ്മുടെ ഷോൾഡർ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് പിടിച്ചുകൊണ്ട് ചെയ്ത് കാണാം, അതും റോങ് പോസ്റ്ററാണ്. അതുപോലെ തന്നെ ഭുജംഗാസന ചെയ്യുമ്പോൾ നമ്മുടെ നേവലിന് മുകൾ ഭാഗം, പെൽവിക് ഫ്ലോർ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതും തെറ്റായിട്ടുള്ളൊരു പോസ്റ്ററാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൈ എപ്പോഴും ഷോൾഡറിന് താഴെയും എൽബോ നമ്മുടെ ബോഡിയോട് ചേർത്ത് വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. ഒരിക്കലും നേവലിന് താഴെയുള്ള ഭാഗം ഉയർന്നു വരരുത്. നേവലിന് മുകൾ ഭാഗം, അപ്പർ ബോഡി, ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് നോർമലായി ബ്രീത്ത് ചെയ്യാം. ചെസ്റ്റ് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ റോങ് ആയിരിക്കും. ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ചെസ്റ്റ് വീണ്ടും ക്ലോസ് ആയിരിക്കും. അപ്പോൾ എൽബോ രണ്ടും ബോഡിയോട് ചേർത്ത് വെച്ച് ചെസ്റ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. എക്സേൽ, സ്ലോലി ഹെഡ് ഡൗൺ. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ലോവർ ബാക്ക് പെയിൻ ഉള്ളവർ വളരെ സ്ലോലി ഒരു എക്സ്പേർട്ട് ഗൈഡൻസിൻ്റെ അണ്ടറിൽ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഡൈജഷൻ ഓർഗൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും. കാരണം നമ്മളെ അബ്ഡോമിനൽ റീജിയനിൽ നല്ലൊരു പ്രഷർ കിട്ടുന്നതുകൊണ്ട് ഡൈജഷൻ സ്ട്രോങ് ആക്കുന്നു. ഇതെല്ലാവരും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ലോവർ ബാക്കിനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരിക. ഇതുപോലുള്ള യോഗ ടിപ്സും ആസനാസുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.